വാരണാവതത്തിലേക്കുള്ള യാത്ര നാടകം. രചന സുധീർ പരമേശ്വരൻ. ശബ്ദം നൽകുന്നവർ അമ്പിളി, സിന്ധു വിജയൻ, NJ ജോഷിലാൽ, സജികുമാർ പോത്തൻകോട്, അനീഷ്, രജു കോലിയക്കോട്, RG മഹേഷ്, സുമേഷ് പേയാട്, കണ്ണൻ നായർ, ഹസീം അമരവിള, സജികുമാർ, പ്രദീപ് നായർ. സംവിധാനം അരുവിക്കര വിജയകുമാർ. വാരണാവതത്തിലേക്കുള്ള യാത്ര. തളർന്നെങ്കിൽ പറയൂ മക്കളെ, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാം. വേണ്ടമ്മേ, നമുക്ക് തളർച്ചയില്ല. അമ്മയ്ക്ക് ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിരിക്കാം. അമ്മയുടെ മക്കൾ അത്ര പെട്ടെന്ന് ക്ഷീണിക്കുന്നവരൊന്നും അല്ലമ്മേ. ശരീരത്തിന് ക്ഷീണം കൂടുമ്പോ മനസ്സിന്റെ ബലവും കൂടുകയാണ്. ചേട്ടൻ പറഞ്ഞത് ശരി തന്നെ. കാട്ടിൽ ജനിച്ചു വളർന്ന നമുക്ക് കാടിന്റെ ശക്തി കൂടി ലഭിക്കും. കാട്ടുമൃഗങ്ങളുടെ ഉഷിരാണ് നമുക്കുള്ളത്. ഇനി എത്ര ദൂരം കാടു താണ്ടണം അമ്മേ? നീ എന്താ ഇത്ര പെട്ടെന്ന് ക്ഷീണിച്ചുവോ? ക്ഷീണിച്ച കുട്ടികളെ അമ്മയ്ക്ക് കണ്ടാലറിയാം. എന്നാ അമ്മ പറയൂ, ഈ 5 അംഗ സംഘത്തിൽ ആരാ ക്ഷീണിതൻ? ആരും ക്ഷീണിച്ചിട്ടില്ല. നമുക്ക് യാത്ര തുടരാം. വാരണാവതത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. യാത്ര തുടങ്ങും മുമ്പേ അമ്മ ഇത് തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാരണാവതത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. ഇത്ര ദൂരം താണ്ടിയപ്പോ ചേട്ടൻ അറിഞ്ഞില്ലായിരുന്നോ വാരണാവതം അടുത്തെത്തിയെന്ന കാര്യം? തടിമെടുക്കും ആയോധനാഭ്യാസവും മാത്രം പോരാ, ദീർഘദൃഷ്ടി കൂടി ഉണ്ടാകണം. നീ എന്റെ തൊട്ടടുത്ത് അനുജനായത് തന്നെ നിന്റെ ഈ ദീർഘദൃഷ്ടി കൊണ്ടത്രേ. ഒരാളുടെ തടിമെടുക്കും, മറ്റേ ആളുടെ ദീർഘദൃഷ്ടി. വാരണാവതം കാട് താണ്ടാൻ ഇനി അധികം ബുദ്ധിമുട്ടണ്ട. അതെ മക്കളെ, ഞാനും അതാ നിരൂപിച്ചെ. കാടിനൊരു പുറംകാടില്ല, അകങ്കാടേ ഉള്ളൂ. കാട് നിറം കൊടുക്കുന്നതും ഒരുക്കുന്നതും പെട്ടെന്നാ. ഹിംസ്ര ജന്തുക്കൾ വഴിയൊരുക്കുകയും ചിലപ്പോ വഴി മുടക്കുകയും ചെയ്യും. യാത്രയിൽ ഒരിടത്തും ഭംഗം നേരിട്ടില്ല. മരങ്ങൾ ഇടതൂർന്നു നിൽക്കുമ്പോ എവിടെയോ കാലുച്ച കേൾക്കാം. കുതിരയുടെയാണെന്ന് തോന്നും. ശ്വാസഗതി കൊണ്ട് ഒന്നും തിരിച്ചറിയാൻ കഴിയില്ല. പാദചലനങ്ങൾക്ക് പോലും സൗന്ദര്യമുണ്ട്. ശ്രവ്യഭാഷയ്ക്ക് തന്നെ ഘനഗാംഭീര്യം. നാം ഇപ്പൊ എവിടെ എത്തി? ദ്രവ്യപ്പാറയുടെ അടുത്ത് ശാസ്താംകാട്ടിലെത്തി. ഇവിടുന്ന് നെല്ലിക്കാമല കയറി കുനിച്ചു വഴിയെ ഉരുളിക്കുന്നി ചെന്ന് കയറാം. ഇടുക്കുപാറ ജലാശയമുണ്ട്. മുഖവും കാലും നനച്ച് മുന്നോട്ട് പോകാം. ഇരുട്ട് കാട് മൂടും മുമ്പേ ഇവിടെ നിലാവെളിച്ചം വീഴും. അതാണ് ഈ കാടിന്റെ പ്രത്യേകത. കോങ്ങണംകോടിയിലെത്തിയ ഉത്തരംകോട് വഴി വാരണാവതത്തിലെത്താം. കാടിന്റെ പേരുകളൊക്കെ അമ്മയ്ക്ക് എങ്ങനെ ഇത്രയും തിട്ടമായി പറയാൻ പറ്റുന്നു? നമ്മുടെ വർഗത്തെ കാട്ടാളന്മാരോടൊപ്പം പോരിനു പോകുമ്പോ സ്ഥലനാമമൊക്കെ ഞാൻ മറന്നു കഴിഞ്ഞിരിക്കും. മല്ലയുദ്ധവും ഗദായുദ്ധവും ഒക്കെ നടത്തി പേരെടുത്ത എനിക്ക് ഇന്നും കാടിന്റെ ഗതിവേഗങ്ങളെപ്പറ്റി സംശയമാണ്. അനുജന്റെ ആയുധാഭ്യാസത്തിലെ അസ്ത്രവേഗം ജ്യേഷ്ഠന് എന്നേക്കാൾ നല്ല തിട്ടമാണ്. എന്നാൽ കാടിന്റെ മുക്കുമൂലയും അറിയാൻ കഴിയുന്നില്ല, അല്ലേ? അതെ അനുജ, ജ്യേഷ്ഠൻ ചൂതുകളിക്ക് പോകുമ്പോ 1-2 തവണ ഞാനും അനുഗമിച്ചിട്ടുണ്ട്. ബാല്യത്തിൽ ഇടുക്കുപാറയും അടിക്കോട്ടൂരും ഒക്കെയുള്ള കാട്ടാള രാജാക്കന്മാരെ മാത്രമല്ല ജ്യേഷ്ഠൻ അപാരമായ ചൂതുകളിൽ തോൽപ്പിച്ചിട്ടുള്ളത്. നാഗത്തന്മാരെ വെല്ലുവിളിച്ചിട്ടുണ്ട്. പഞ്ചപാണ്ഡവന്മാരിലും ചൂതുകളി തലയ്ക്ക് പിടിച്ച ഒരു അരക്കിറുക്കനുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈയപ്പൊറ്റയിൽ ഒരു ഗോശാലക്കാടുണ്ടെന്ന് എനിക്കും അറിയാം. അതെ, അതിനടുത്ത് കൊണ്ടക്കെട്ടിൽ ഒരു കുതിരാലയവും ഉണ്ട്. നമുക്ക് അവിടെ ചെന്നാലോ? വേണ്ട മക്കളെ, വേണ്ട. ലക്ഷ്യം മറക്കണ്ട. നമുക്ക് കാടിന്റെ വഴിയെ നാം ചെന്നാൽ കാട്ടിലേ എത്തൂ. കാടിന് ഒരുപാട് വഴികളുണ്ട്. ചെങ്കുത്തായ പാറകളുണ്ട്. ഹസ്തിനാപുരത്തേക്കുള്ള വഴിയെ ഞാൻ നിങ്ങളുടെ പിതാവുമായി യാത്ര തിരിച്ചു. വിവാഹത്തിന്റെ 3-ാം നാൾ വഴി ഏകചക്ര എന്നൊരു ഗ്രാമമുണ്ട്. ബ്രാഹ്മണരുടേതാണ് ആ ഗ്രാമം. അന്നത്തെ യാത്ര അവിടെ അവസാനിപ്പിക്കാന്നാണ് കരുതിയത്. എന്നാ അന്ന് ഏകചക്രയിൽ ഒരു മരണം നടന്നിരുന്നു. ദുർമരണം. ഒരു കാട്ടുപോത്തിന്റെ ഇരയായി ഒരു വൃദ്ധ ബ്രാഹ്മണ ഗുരു. ബലികർമ്മങ്ങൾ, ദുർമരണങ്ങൾക്ക് കാട്ടാളൻ തന്നെ വേണം. ദൈവാനുഗ്രഹം പോലെ ഞങ്ങൾ അവിടെ വഴിതെറ്റിയെത്തി. ബ്രാഹ്മണ ഗുരുക്കളും പിതാമഹന്മാരും ഞങ്ങളെക്കൊണ്ട് പൂജ ചെയ്യിപ്പിച്ചു. അഗ്നിഹോത്രം, നിറയെ മാനിറച്ചിയും മുയലിറച്ചിയും തന്നു. അങ്ങനെയാണത്രേ ആചാരം. ഇനിയൊരു ദുർമരണം കുടുംബത്തിൽ വരാതിരിക്കാനാണത്രേ കാട്ടാള സദ്യ. ഇനിയും വരണമെന്ന് പറഞ്ഞ യാത്രയാക്കിയത്. വർഷം ഒരുപാട് കഴിഞ്ഞു. കാട്ടാളന്മാരെ അന്ന് ആവശ്യമുണ്ടായിരുന്നിരിക്കാം. നന്നായിട്ട് സൽക്കരിച്ചയച്ചിട്ടുണ്ട്. എന്നുവെച്ച് അന്നത്തെ ആ പിതാമഹന്മാർ ഇന്നും ജീവിച്ചിരിക്കണമെന്നില്ല. ഒരുപക്ഷെ പുതിയവർ
നാം പറയുന്നത് അസത്യമായിട്ടേ കൂട്ടൂ. കാട്ടാളന്മാരെ ബ്രാഹ്മണകുലം എങ്ങനെ സ്വീകരിക്കുമെന്ന് പറയാൻ പറ്റില്ല. നാം ആരെയും ദ്രോഹിക്കുന്നില്ല. നമ്മുടെ കാടുകളിൽ മനുഷ്യനും ഇടം പിടിച്ചു തുടങ്ങി. മനുഷ്യർ വാസം കൊണ്ട് തൃപ്തിക്കിടവന്നാ പിന്നെ കാട് മനുഷ്യന്റേതായി. നാം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. ഇപ്പൊ തന്നെ കാട്ടിൽ കാട്ടാളന്മാരുണ്ടാകുമെന്ന് പറഞ്ഞ് പ്രത്യേകം അസ്ത്ര അമ്പുമുനകളും തുള്ളി തൈലങ്ങളുമായാണ് നമ്മുടെ കാട്ടിലേക്കുള്ള അവരുടെ പ്രവേശനം തന്നെ. കരുതിയിരുന്നില്ലെങ്കിൽ കാട് നമുക്ക് നഷ്ടപ്പെട്ടത് തന്നെ. കാട് നമ്മുടേതാണ് മക്കളെ. അന്യർ, അത് മനുഷ്യരാണേലും പുറത്തു നിന്നുള്ള മൃഗങ്ങളാണേലും അവർക്കൊരു ഇടനേരമേ കാട്ടിനെ പുൽകി ജീവിക്കാൻ കഴിയൂ. കാടിന്റെ വെളിച്ചവും ഇരുട്ടും ഗന്ധവും തുടിപ്പും ഒക്കെ നമ്മുടേത് തന്നെയാ മക്കളെ. കാട്ടിലെ മരവും മരത്തിലെ ജീവനും ഇലകളും വള്ളികളും ഒക്കെ നമ്മുടെ ശ്വാസഗതികളെ കൂടി നിയന്ത്രിക്കുന്നുണ്ട്. ഒരു ആപത്തും കാട് നമുക്ക് വരുത്തിയിട്ടില്ല. കാടിനെ നാം അങ്ങനെ തന്നെ കണ്ടിടണം. കാട്ടിലെ ദൈവം ഉരുളിക്കുന്നിലെ ഭഗവാനാ നമുക്ക്. ശ്രീകൃഷ്ണ ഭഗവാനെ അമ്മ കണ്ടിട്ടുണ്ടോ? കാട്ടാള സഹോദരങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചേരിയിലെ ശിശുപാല രാജാവിന്റെ കണ്ണിലെ കരടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവര് തമ്മിലൊരു യുദ്ധമുണ്ടായേക്കും നാളെ. യുദ്ധം നാശമേ വരുത്തൂ. ഒന്നുകിൽ ആള് നാശം, അല്ലേ ഭൂമി നാശം. ഹാ, നമുക്ക് യാത്ര തുടരാം. കുനിച്ചീന്ന് വരുന്ന കാറ്റ. പന്നിമല കടന്നു കയറുമ്പോ കാറ്റിന് ശക്തി കൂടും. കാറ്റിന്റെ ഗതിവേഗം ജ്യേഷ്ഠന് നല്ല തിട്ടമാണ്. പേരാലാണിത്. പേരാല് പോലും ആടുന്നത് കണ്ടോ? കാറ്റിന് മന്ത്രമുണ്ട്, കണ്ണും കേൾവിയും ഉണ്ട്. കാറ്റ് എന്തോ പറയാൻ ശ്രമിക്കുകയാണ്. മടക്കയാത്രയായാലോ എന്നാണോ? ഇത്രയും ദൂരം താണ്ടിയിട്ടോ? ജ്യേഷ്ഠ, ഭീരുത്വം വിളമ്പാതിരിക്കൂ. ഞാൻ ആരെയാണ് പേടിക്കുന്നത്? അപ്പോ അനിയൻ ഇനിയും എന്റെ ശക്തി മനസ്സിലാക്കിയിട്ടില്ല അല്ലേ? ജ്യേഷ്ഠന്റെ ആകാരം കണ്ടാൽ പോലും പിന്നോക്കം മറിയുന്നത് മനുഷ്യരെക്കാൾ മൃഗങ്ങളാണ്. ചെന്നായിയെയും മാനിനെയും ഒരേ വേഗത്തിൽ കൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ബാല്യത്തിൽ. അച്ഛൻ പറഞ്ഞത് ഞാനിന്ന് ഓർക്കുന്നു. ബുദ്ധിയിലല്ല കാര്യം, ശക്തിയിലാണ്. ശക്തിമാന് ആദരവല്ല, ആരാധനയുണ്ടാകും, സ്ത്രീക്കും പുരുഷനും. കാട്ടുപാത നീണ്ടും പരന്നും കിടക്കുന്നത് മക്കളെ നിങ്ങൾ അറിയുന്നില്ലേ? കാട് മർമ്മരം മൂളുന്നതും നാവ് നീട്ടുന്നതും കാട്ടാളന്മാരെ അറിഞ്ഞിരിക്കണം. കാട് അടയാളം തരും, തങ്ങാനും അന്തിവിശ്രമം കൊള്ളാനും. ഇവിടെ എവിടെയോ മനുഷ്യഗന്ധമുണ്ടല്ലോ. ഞാനത് ആദ്യമേ മണത്തതാ. ഭീരു, എന്നിട്ടും നീ എന്തേ നേരത്തെ പറയാതിരുന്നേ? നമുക്ക് ഉത്തരംകോട് വഴിയെ ഇടുക്കുപാറയിൽ എത്താമായിരുന്നല്ലോ. കാട് വളരുകയും പൂക്കുകയും ചെയ്യും. വഴികൾ മാറുന്നതും നാം അറിയണമെന്നില്ല. വള്ളികൾ തൂങ്ങുന്നതും ഇലകൾ പൊഴിയുന്നതും കാട് മാറുന്നതും കാട് തെളിയുന്നതും കാട്ടാളന്മാരറിയണം, കൃത്യമായും അറിഞ്ഞിരിക്കണം. കാട് നമ്മുടേതാണ്, നമ്മുടേതാണ് ഈ വനം. കാടിന്റെ ഉൾത്തുടിപ്പ് നമ്മുടെ നെഞ്ചിന്റെ താളമാണ് മക്കളെ. ഈ കാറ്റ് വെറും കാറ്റല്ലമ്മേ. എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. കാറ്റിന് ഭാഷയുണ്ട്. കാടിന്റെ ഭാഷയാണമ്മേ അത്. വന്ധ്യപിതാവ് കുട്ടിക്കാലത്തെന്നെ കാട്ടിക്കൊണ്ടുവന്നപ്പോ കാടിളകാൻ തുടങ്ങിയതും കാട് ചലിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. കാട് വഴിതെറ്റിച്ച ആ യാത്ര നമ്മെ കൊണ്ടെത്തിച്ചത് നാഗത്തന്മാരുടെ ഉരുളിക്കുന്നിലാണ്. മനുഷ്യരെയും കാട്ടാളരെയും മൃഗങ്ങളെയും ചുട്ടു തിന്നുന്നവർ. എന്നാൽ കാടിന്റെ ഒരില പോലും പൊഴിഞ്ഞു വീഴുമ്പോൾ ദുഃഖിക്കുന്ന ഒരു ചരിത്രവും അവർക്കുണ്ട്. ഞങ്ങൾ കാടിനെ സ്നേഹിക്കുന്നവരാണെന്ന് മനസ്സിലാക്കി ഭക്ഷണം തന്ന് വഴിതെളിച്ച് യാത്രയാക്കിയവരാണവർ. ആ കഥ എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളുടെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഏത് രാത്രിയാണ് അമ്മയ്ക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത്? എല്ലാ രാത്രികളും ഒരുപോലെയല്ലേ അമ്മയ്ക്ക്? അമ്മേ, യാത്ര തുടരണോ അതോ ഇന്ന് ഈ യാത്ര ഇവിടെ നിർത്തണോ? കാറ്റെന്തോ പറയും പോലെ. കാറ്റെന്താണ് പറയുന്നത്? ഇനിയുള്ള യാത്ര സൂക്ഷിക്കണമെന്നാണ്. എല്ലാ യാത്രകളും അവനവനെ തിരിച്ചറിയാനുള്ള യാത്രകളാണ്. കാട് കരയുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്താണ് ചേട്ടാ അങ്ങനെ തോന്നാൻ കാരണം? കാടിന്റെ മർമ്മരങ്ങളിൽ പോലും വ്യത്യാസം കാണുന്നു. എന്തോ ഒരു മുന്നറിയിപ്പല്ലേ ഇത്? എന്റെ മക്കൾ 5 പേരും ഐക്യമായിട്ട് നിൽക്കണം. യാത്ര തിരിക്കുമ്പോ നമ്മൾ 5 പേര്, മടങ്ങിയെത്തുമ്പോ ആ എണ്ണം ഉണ്ടാകണം. 5 അല്ല അമ്മേ, നമ്മൾ 6 പേരാണ്. അമ്മയെ മറക്കുന്നതെന്തേ? ഞാൻ മറന്നിട്ടില്ല മക്കളെ. അമ്മ വെറും ഒരു രൂപം മാത്രമാണ്. അമ്മ എന്ന രൂപം,
അമ്മ നിങ്ങളുടെ മനസ്സിലാണ്. പിതാവില്ലാതെ നിങ്ങളെ ഇത്രയും വളർത്തി വലുതാക്കി. അച്ഛന്റെ മരണം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പതറി നിന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ തളർന്നില്ല. കാടായിരുന്നു എന്റെ ശക്തി. കാടിന്റെ ഇരുട്ടും മുരൾച്ചയും അനക്കവും മൂകതയും ഒക്കെ എന്റെ മനസ്സിന് ശക്തി പകർന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. ഈ വീശിയടിക്കുന്ന കാറ്റ് എന്തോ ആപത്ത് സൂചനയല്ലേ തരുന്നത്? എനിക്കും സംശയം തോന്നാതിരുന്നില്ല. സിംഹമായാലും പുലിയായാലും ഇനി മനുഷ്യനായാലും എനിക്ക് ഭയം അശേഷമില്ല. യാത്ര തുടങ്ങിയ ശേഷം അമ്പൊന്ന് തൊടുത്തിട്ടില്ല. കഷ്ടമായി പോയി. ആകാശത്തേക്ക് നോക്കിയെങ്കിലും ജ്യേഷ്ഠന് ഒരമ്പയക്കാമായിരുന്നില്ലേ? അങ്ങനെ വെറുതെ അയക്കാൻ നമ്മുടെ ജ്യേഷ്ഠന് ആവനാഴിയിൽ ഒരമ്പും ബാക്കിയില്ല. ലക്ഷ്യം നിറവേറ്റാനല്ലാതെ ഒരു വിദ്യയും ഞാൻ അഭ്യസിക്കാറില്ല. ഇത് നല്ല തമാശ. അലയടിച്ചു വരുന്ന ഈ കാറ്റിനെ പോലും എനിക്ക് നിമിഷ വേഗതയിൽ പിടിച്ചു നിർത്താൻ കഴിയും. കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കേണ്ട അനുജ. കാറ്റ് സ്വയം വഴിമാറുന്നത് കണ്ടോ മക്കളെ? കാറ്റല്ല വഴിമാറുന്നേ, കാടാണമ്മേ. വഴിയിൽ അനിഷ്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. നാം കൂടുതൽ കരുതലോടെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇനിയുള്ള യാത്ര നാളെ പുലർന്നിട്ട് മതി. മല്ലയുദ്ധത്തിൽ ആരെയും തോൽപ്പിക്കുന്ന വീറും വാശി യല്ല, അതൊരു അഭയകേന്ദ്രമാണ് മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കും. പൊന്തക്കാടുകൾ വാരണാവതത്തിലേക്കുള്ള ചെറു ചെറു വഴികളാണ്. ഈ അരുവി തന്നെ കണ്ടില്ലേ? കാട്ടാറിന് അരികിലൂടെയുള്ള നമ്മുടെ യാത്ര വാരണാവതത്തിൽ എത്തിച്ചേരും. അപ്പോൾ കാറ്റും കൊടുങ്കാറ്റുമൊക്കെ എന്തിന്റെ സൂചനയാണമ്മേ? കാട് കാറ്റൂതുന്നത് അതിന്റെ സ്വഭാവമാണ്. നാം ശ്വസിക്കുന്നത് പോലെ തന്നെ. അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല. കാട്ടിലൂടെയുള്ള യാത്ര തന്നെ സാഹസികമാണ്. ജീവിതത്തിൽ സാഹസികതയില്ലെങ്കിൽ പിന്നെന്തു ജീവിതം? ഈ പുഴ കടന്നാൽ പിന്നെയും പുഴ ഉണ്ടാകുമോ? അറിയില്ല മക്കളെ. നമ്മുടെ യാത്ര ഇങ്ങോട്ട് ആദ്യമായിട്ടാണ്. കൊടും കാട്ടിനുള്ളിൽ നിൽക്കുമ്പോ നമുക്ക് ശക്തി കൂടുകയുള്ളൂ. പുഴകളും കിളികളുമൊക്കെ നമ്മോടൊപ്പം തന്നെ. ഈ പുഴവെള്ളത്തിൽ ചവിട്ടി നമുക്ക് നടക്കാം. പുഴയുടെ ഒഴുക്കിന് ഭംഗം നേരിടരുത്. പുഴ നമുക്ക് വഴി കാണിച്ചു തരികയാണ്. കുഞ്ഞെ, നിനക്കെന്തു പറ്റി? നീ ക്ഷീണിച്ചുവോ? ക്ഷീണമില്ലമ്മേ. പുഴ ചവിട്ടി നടക്കാനല്ല തോന്നുക, നീന്താനാണ്. അമ്മയുടെ കൈക്ക് പിടിച്ചോ. മുളങ്കാടാണ്. നാഗരാജാക്കന്മാരുടെയും കഴുകന്മാരുടെയും ഒരേ താവളം. മുളങ്കാട് മലയെന്നത്ര പേര്. ഈ കാണുന്ന മലയുടെ അപ്പുറം കടുവാമലയാണ്. കടുവ കൂട്ടമായി എത്തും. ആരെയും ഉപദ്രവിക്കില്ല. ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ കഴിയും. ജരാസന്ധൻ എന്നൊരു പേരുകേട്ട രാജാവുണ്ട്. ദേഷ്യം വന്ന കാടിനെ കൂടി എരിച്ചു കളയും. മനുഷ്യന്മാരല്ലേ, ശത്രുക്കളെ കൊല്ലാൻ അവർക്ക് എന്നും ഹരമാണ്. നമ്മളെപ്പോലെയല്ല. ദ്രവ്യപ്പാറ താണ്ടിക്കഴിഞ്ഞ വാരണാവതത്തിലെത്താൻ എളുപ്പമാണ്. 2 പുഴകൾ കൂടി കടക്കണമെന്ന് മാത്രം. മക്കളെ, ക്ഷീണിച്ചെങ്കിൽ പറയണേ. ഇല്ലമ്മേ, ക്ഷീണം കൂടി ബലമാണ് ഞങ്ങൾക്ക്. ഇടയ്ക്ക് വിശ്രമം വേണ്ട, ഒരൊറ്റ യാത്ര. ദാഹിക്കുന്നവർക്ക് കാട്ടരുവിയുണ്ട്. ദാഹജലം കോരിക്കുടിക്കാം കൈക്കുമ്പിളിൽ. മുഖം കഴുകാം, മനസ്സും കഴുകാം. അടിക്കോട്ടൂർ രാജാവിന്റെ കാടാണിത്. രാജാവിന് ബലിക്കുട്ടികൾ മനുഷ്യരാണ്. കാട്ടാളന്മാരെ അടിക്കോട്ടൂർ രാജാവിന് വേണ്ട. രാജാവിന് ബലിക്കുട്ടികൾ ബാക്കി പറയൂ അമ്മേ. അടിക്കോട്ടൂർ രാജാവിന് ബലിക്കുട്ടികളെ എത്തിച്ചു കൊടുക്കുന്ന കാട്ടാളനായിരുന്നു ബഗൻ. ദുഷ്ടനായിരുന്നു. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല കുഞ്ഞെ, ബഗനെ പഞ്ചപാണ്ഡവർ കൊന്നുകളഞ്ഞു. ബഗൻ കാട്ടാളനല്ലേ? കാട്ടാളനെ മനുഷ്യന് കൊല്ലാൻ പറ്റുമോ? ബലം കൊണ്ട് കാട്ടാളനാണ് ഒന്നാമൻ. അത് കഴിഞ്ഞിട്ടേ മനുഷ്യന്റെ ശക്തി വരും. പക്ഷേ ബുദ്ധിയുടെ കാര്യത്തിൽ മനുഷ്യൻ തന്നെ ഏറ്റവും മുമ്പിൽ. ബഗനെ കൊന്നതോ? ബഗനെ കൊന്നത് പഞ്ചപാണ്ഡവരാണ്. പഞ്ചപാണ്ഡവരോ? അവരാരാണ്? അവർ ഹസ്തിനപുരിയിലെയും ഇന്ദ്രപ്രസ്ഥത്തിലെയും ഒക്കെ രാജാക്കന്മാരാണ്. രാജ്യം ഭരിക്കുന്ന തമ്പുരാക്കന്മാരാണ്. നല്ല മനുഷ്യരാണ്. അനീതിയും അധർമ്മവും മറ്റും കണ്ടാൽ അതിനെ തച്ചുടയ്ക്കും. ശ്രീകൃഷ്ണദേവൻ അവർക്കെന്നും കൂട്ടിനുണ്ടാവും. പാവങ്ങളുടെ രക്ഷയ്ക്കെത്തും. അമ്മയ്ക്ക് ഈ കഥകളൊക്കെ എങ്ങനെ അറിയാം? അമ്മ ഒരു കാട്ടാളത്തിയാണെങ്കിലും മനുഷ്യരെ ഇഷ്ടമാണ്. മനുഷ്യന്മാരുടെ സ്വഭാവവും ബുദ്ധിയൊക്കെ ഒരിക്കലും ഒരു കാട്ടാള വംശത്തിന് കിട്ടില്ല. എന്നാ കാട്ടാളത്തിമാരെ മനുഷ്യന് ഇഷ്ടപ്പെട്ട അവരെ പുടവ കൊടുത്ത് കാത്തോളും. അങ്ങനെ ആരുണ്ടമ്മേ നമുക്ക് പറയാൻ? ഹിഡുംബി. അവളെ ഭീമസേനനാ വാഴിക്കുന്നെ. എന്നാ ഹിഡുംബിയുടെ ഒരേ ഒരു സഹോദരനായ ഹിഡുംബനെ ഭീമസേനൻ കൊന്നുകളഞ്ഞു. കാട് വിറപ്പിച്ച കാട്ടാളനായിരുന്നു ഹിഡുംബൻ.
ദുഷ്ടന്മാരെ മാത്രമേ പഞ്ചപാണ്ഡവർ കൊല്ലാറുള്ളൂ. അവരെ കാണാൻ എന്താ വഴി? അവരൊക്കെ ദൈവത്തിന്റെ അടുത്ത ആളുകളാണ്, മനുഷ്യരാണ്, സ്നേഹമുള്ളവർ. ദുഷ്ടന്മാരെ മുച്ചൂടും കൊന്നു ഭസ്മമാക്കും. നമ്മളെപ്പോലുള്ള പാവം കാട്ടാളന്മാർക്ക് എന്ത് സഹായവും ചെയ്യും. സുഗന്ധപുരത്തെ ഭഗവാനെ കണ്ട് പഞ്ചപാണ്ഡവരെ കാണാനുള്ള അനുഗ്രഹം വാങ്ങാം നമുക്ക്. അനുജ, നിന്നെ ഞാൻ ഇനി എടുത്തുകൊണ്ട് നടക്കാം. നീ എന്റെ തോളത്ത് കിടന്നോ. ബാല്യത്തിൽ ചേട്ടൻ എന്നെ ഒരുപാട് എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. ഒരിക്കൽ നീന്തൽ പഠിപ്പിക്കാൻ പുഴയിൽ അഭ്യസിച്ചപ്പോൾ ഒരു ചുഴിയിൽ താണുപോയ എന്നെ രക്ഷിച്ച ചേട്ടൻ എന്നെ ഇപ്പോഴും എടുത്തുകൊണ്ട് നടക്കുന്നു. മക്കളെ, ദേ അങ്ങ് ദൂരെ നോക്ക്. എന്താ അമ്മേ? എന്താ അമ്മേ അത്? എന്താണ്? എവിടെ? ദേ എന്റെ ചൂണ്ടുവിരല് ചൂണ്ടുന്നിടത്തേക്ക്. ആഹാ, മൺചിരാതുകളുടെ വെളിച്ചം. ഭഗവാൻ തെളിച്ചു തന്ന വഴിയാണിത്. പൊന്തക്കാടുകൾക്കിടയിൽ മൺചിരാത് വെട്ടം. മനുഷ്യരാണ്, അഭയം തരുന്ന മനുഷ്യർ. മനുഷ്യരാണമ്മേ, മനുഷ്യർ. അവർ നമ്മെ സ്വീകരിക്കുമോ? സൂതരും മാഗധരും ശൂദ്രരും കൂടെ കാട്ടാളരും. മനുഷ്യർ ദൈവങ്ങളാണ്. ദൈവങ്ങളാണ് മനുഷ്യരായി തീരുന്നത്. വഴി ദൈവത്തിന്റെ വഴി. മുന്നിൽ കാട്, പിന്നിലും കാട്, ഉള്ളിലും കാട്. കാട് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുകയാണ്. കാട് ചികഞ്ഞു നമുക്ക് പോകാം. ഈ പച്ചിലകൾ ഔഷധങ്ങളാണ്. ഇതിന്റെ ഇലയും വേരും തോടും മുറിവുകളെ ഉണക്കുക മാത്രമല്ല, മനസ്സിന് കൂടുതൽ ബലം തരികയും ചെയ്യും. ഒരു ശിഖരം പറിച്ചെടുത്ത് ശബ്ദമുണ്ടാക്കി നമുക്ക് പോകാം. വഴിയാത്രക്കാരാണെന്നറിയണമല്ലോ. വഴിയാത്രക്കാരാണെന്ന് അറിയാൻ പ്രയാസമൊന്നുമില്ല. എങ്കിലും അപരിചിതരാണ് നാം. രാത്രിയാണ്, സംശയം തോന്നാം. നമ്മൾ വാരണാവതത്തിലെ ചിറപ്പതി ഭഗവാനെയും കാട്ടുഭഗവതിയും കാണാനിറങ്ങിയ കാട്ടാളരാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മെ കാണുമ്പോ തന്നെ അവരത് തിരിച്ചറിയും. മനുഷ്യരാണ്, ദൈവങ്ങളാണ്. കാലുതൊട്ട് വന്നിച്ചേ ഭൂമി നിൽക്കാവൂ. ശരിയമ്മേ. ഭീമ, ആരോ വരുന്നുണ്ടല്ലോ. ദുര്യോധനന്റെ ചാരന്മാർ തന്നെ, സംശയമില്ല. എല്ലാവരും ചാരന്മാരായിരിക്കണമെന്നില്ല. ജ്യേഷ്ഠൻ എല്ലാവരിലും നല്ലത് കാണുന്നു. നല്ലത് തന്നെ. പക്ഷേ നാം ഈ കൊടുങ്കാട്ടിൽ വന്നത് എങ്ങനെ? പുരോചനനകത്ത് ഒരുങ്ങിയിരിക്കുകയാണ്, അറിയാമല്ലോ. 5 അംഗ സംഘമാണ്. ഒരു സ്ത്രീയുമുണ്ട്. 5 അംഗ സംഘമോ? സ്ത്രീയുമുണ്ടോ? അതെ അമ്മേ, 5 പേര് തന്നെ. ഏറ്റവും പുറകിലായിട്ടാണ് സ്ത്രീ. ഇവരെന്തായാലും മനുഷ്യരല്ല, കാട്ടാളന്മാരാണ്. ഇവരുടെ ശരീരപ്രകൃതം കണ്ടില്ലേ? അർജുന, ഗദായുദ്ധമോ മല്ലയുദ്ധമോ ആകാം. മുമ്പിൽ പട നയിക്കാൻ ഞാനുണ്ട്. വേറെ ആരും വേണ്ട. രക്തം തെറിക്കുന്നതും വീഴുന്നതും ഒഴുകുന്നതും ഞാൻ തന്നെ ആദ്യം കാണണം. അതാണ് എനിക്ക് ഹരം. ഇവർ യുദ്ധത്തിന് വന്നവരല്ല മന്ദ. ആയിരിക്കാം. എങ്കിലും നാം സദാ യുദ്ധത്തിന് സജ്ജരായിരിക്കണം. ക്ഷത്രിയ വീര്യം യുദ്ധത്തോടുള്ള ആസക്തിയാണ്. മല്ലയുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ എതിരാളിയുടെ എല്ലുകൾ പൊടിയുന്നത് കേൾക്കുമ്പോൾ ഞാനുള്ളിൽ അലർച്ചയോടെ പൊട്ടിച്ചിരിക്കാറുണ്ട്. രക്തം പുരണ്ട കൈയും മുഖവും ശത്രുവിനെ കീഴ്പ്പെടുത്താൻ പ്രത്യേക ആവേശമുണ്ടാക്കും. യുദ്ധം ഭീമസേനന് മാത്രമല്ല ഹരം തരുന്നത്. ഭീമന് അറിഞ്ഞുതുള്ളുന്ന ഭൂമിയും ആകാശവുമൊക്കെ രക്തനിറത്തിലാകാനാണ് ഇഷ്ടം. അർജുന, അമ്പും വില്ലുമെടുക്കാൻ വരട്ടെ. എന്തിന് അമ്പും വില്ലും എടുക്കണം? പാവങ്ങൾ, നിരുപദ്രവകാരികൾ, ഭിക്ഷാടനത്തിന് വന്ന കാട്ടാളർ. അവർ വരട്ടെ. ദൈവനിയോഗമാണിത്. വെളിച്ചം തെളിച്ച് വഴി കാട്ടൂ നകുല. സഹദേവ, മൺചെരാതുകൾ ഉയർത്തിപ്പിടിക്കൂ. വെളിച്ചവും തെളിച്ചുകൊണ്ട് അവർ വന്നോട്ടെ. കാര്യങ്ങളൊക്കെ എല്ലാം ഭഗവാൻ നിശ്ചയിച്ച പ്രകാരമാ ഇത്രയും നാൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 5 അംഗ സംഘം, ഒരു സ്ത്രീ. അമ്മ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്കിനി ഒന്നും മനസ്സിലാകുന്നില്ലേ മക്കളെ? യുദ്ധമെങ്കിൽ യുദ്ധം, ഗദായുദ്ധമെങ്കിൽ ഗദായുദ്ധം തന്നെ. അതല്ല മല്ലയുദ്ധമെങ്കിൽ അതിനും തയ്യാർ. എതിരാളികൾ എത്ര ശക്തനാണെങ്കിലും പോരിന് പോര്. ക്ഷത്രിയന് യുദ്ധം ആവേശം മാത്രമല്ല, ഭ്രാന്തും ഉന്മാദവുമാണ്. എതിരാളിയുടെ രക്തം കുടിച്ചാലേ ഈ ഭീമന്റെ ഗർവിന് ശമനമുണ്ടാകൂ. എവിടെ എനിക്ക് തുല്യൻ? മതിമറന്ന് സംസാരിക്കാതിരിക്കൂ ഭീമ. നിന്റെ ആവേശം ദുര്യോധനരോട് മതി. പാവം നിരായുധരാണവർ, വഴിയാത്രക്കാർ. അല്ലേ അമ്മേ? ആരായാലും അവരെ നാം സ്വീകരിക്കണം. കണക്കിന് കണക്ക്, എണ്ണത്തിന് എണ്ണം. വരട്ടെ. അമ്മയ്ക്ക് അതിഥികളെ സ്വീകരിക്കാൻ എന്നും ഇഷ്ടം തന്നെയാണല്ലോ. അതെ മക്കളെ,
അതിഥികളെ ദൈവങ്ങളെ പോലെ കാണണം. അതിഥികൾ സ്വഗൃഹത്തിൽ എത്തിച്ചേരുന്നത് ഭാഗ്യമാണ്. നല്ലതെന്തോ സംഭവിക്കാൻ പോകുന്നു. രാത്രി എത്തിച്ചേരുന്നത് കൊണ്ട് തങ്ങാനൊരു താവളമായിട്ട് ഒരുപക്ഷെ അങ്ങനെ കരുതിക്കൂടെ? എന്തോ ആകട്ടെ, നമുക്കവരെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാം. അവരിങ്ങോട്ട് തന്നെയാണ് വരുന്നത്. വഴിയൊക്കെ നല്ല നിശ്ചയം പോലെ തന്നെയാണ് അവരുടെ യാത്ര. കാട് നല്ല പരിചയമുള്ളവർ. അല്ലെങ്കിൽ രാത്രിയിലും യാത്ര ചെയ്യാൻ ധൈര്യം കാണിക്കില്ല. അല്ലെങ്കിൽ കാട്ടാളന്മാർ. ഒന്ന് നിശ്ചയം, വഴിതെറ്റിപ്പോയ യാത്രക്കാർ. അങ്ങനെയാകാനേ വഴിയുള്ളൂ. മക്കളെ, ഭഗവാൻ തുണച്ചു. ദേ, അവര് നമ്മളെ കാത്തു നിൽക്കുന്ന പോലെ. അതെ അമ്മേ, മഞ്ചരാതുകൾ വഴിവെട്ടത്തിനായി തെളിച്ചു തരുന്നത് കണ്ടോ? ശരിയാണ്. നമ്മുടെ കാലൊച്ചയും ബഹളവും അവരറിഞ്ഞിരിക്കും. നല്ല മനുഷ്യരാണവർ. വഴിവട്ടം തെളിച്ചു തരുന്നത് കണ്ടോ? അമ്മേ, മനുഷ്യരാണവർ. നമ്മൾ കാട്ടാളരും. താണകുലത്തിൽ പിറന്ന നമ്മളെ അവർ സ്വീകരിക്കുമോ? ഭഗവാനെ കാണാനാണ് നാം യാത്ര തിരിച്ചത്. ഭഗവാനാണ് നമുക്ക് വഴികാട്ടിയായത്. ഭഗവാനാണ് നമുക്ക് ഈ വെളിച്ചം തരുന്നത്. കടന്നു വന്നോളൂ. എന്തിനാണ് മടിച്ചു നിൽക്കുന്നത്? വന്നോളൂ. ഞങ്ങൾ വാരണാവതത്തെ ഭഗവാനെ കാണാനിറങ്ങിയ പാവത്തങ്ങളാണേ. കാട്ടാളരാ. വരൂ, അകത്തേക്ക് വന്നോളൂ. അകത്തേക്ക് വരാനോ? ഞങ്ങൾ കുലത്തിൽ താണവരാ. മണ്ണിൽ നിന്നോളാം, കിടന്നോളാം. എന്താ, ഞങ്ങളെ ഇഷ്ടമായില്ലേ? അയ്യോ, അങ്ങനെ പറയരുതേ. ഭഗവാനെ കാണാനാ ഞങ്ങൾ ഇറങ്ങിയേ. ഒരു നല്ല കാര്യത്തിനല്ലേ യാത്രക്കിറങ്ങി. അപ്പോ എല്ലാം നല്ലതേ സംഭവിക്കൂ. അതറിയാം നമുക്ക്. നിങ്ങൾ ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇല്ല, ഞങ്ങൾ ഇനി ഭഗവാനെ കണ്ടിട്ട് എന്തെങ്കിലും കഴിക്കുന്നുള്ളൂ. ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിക്കോളൂ. നാളെ രാവിലെ ഇനി യാത്ര തുടങ്ങാം. ഇന്ന് രാത്രി ഇവിടെ തങ്ങാം. അതിഥികളെ ദൈവത്തെ പോലെ കാണണമെന്നാ പറയുന്നേ. മടിക്കാതെ കയറി വരൂ. ഞങ്ങളുടെ കൊച്ചു കുടിലിലേക്ക് വന്നോളൂ. വരൂ സഹോദര, വരൂ. അകത്തേക്ക് കയറിക്കോളൂ. നല്ല മാനിറച്ചിയുണ്ട്. കൊണ്ടുവരട്ടെ? അയ്യോ, ഞങ്ങൾ ഇറച്ചി തിന്നാറില്ല. എന്നാൽ മദ്യം കൊണ്ടുവരട്ടെ? ഇല്ല, ഞങ്ങൾ മദ്യപിക്കാറില്ല. അപ്പോൾ നിങ്ങൾ? ഞങ്ങൾ കാട്ടാള ജാതിയിൽ കടുക്കര വംശത്തിൽ പിറന്നവരാ. മദ്യപിക്കുകയോ മൃഗങ്ങളെ കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ചെയ്യില്ല. എല്ലാം ദൈവത്തിന്റെ ജന്മങ്ങളാണെന്നാ ഞങ്ങൾ വിശ്വസിക്കുന്നത്. ദൈവത്തെ ഞങ്ങൾ കണ്ടുമുട്ടി. എങ്ങനെ? നിങ്ങൾ തന്നെ ദൈവങ്ങൾ. ഞങ്ങൾക്ക് അന്തി ഉറങ്ങാൻ ഒരിടം തന്നല്ലോ. അത് തന്നെ ഒരു ഭാഗ്യം. അതാണേ ഭഗവാൻ. ദൈവവിശ്വാസികളാണ് ഞങ്ങൾ. എവിടെ ചെന്നാലും ദൈവം ഞങ്ങളെ തുണയ്ക്കും. അമ്മയെ കണ്ടുമുട്ടിയതും രാത്രി തങ്ങാൻ ഇടം കിട്ടിയതും ദൈവഭാഗ്യമല്ലേ? എന്നാൽ ഉറങ്ങിക്കോളൂ. ബ്രാഹ്മമുഹൂർത്തമാകുമ്പോ ഉണർന്ന് യാത്രയ്ക്ക് ഒരുങ്ങിക്കോളൂ. എല്ലാരും ഉറങ്ങി മക്കളെ. പാവങ്ങൾ ഭഗവാനെ കാണാൻ ഇറങ്ങിയവരാ. എല്ലാം ഭഗവാന്റെ കാരുണ്യം. എന്റെ 5 മക്കളെ പോലെ 5 പേർ. നാളെ നേരം പുലരുമ്പോ 5 പുരുഷന്മാരും ഒരു സ്ത്രീയും. അമ്മ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്തിനാണ് അവരെ സ്വീകരിച്ചിവിടെ കിടത്തിയത്, ഉറക്കിയത്? ഞാനൊരമ്മയാണ്. എന്റെ മക്കൾ അതിജീവിക്കണം. വല്യച്ഛന്റെ മക്കളെക്കാൾ എന്റെ മക്കൾ യശസ് നേടണം, കീർത്തി ആർജിക്കണം, ഇന്ദ്രപ്രസ്ഥം ഭരിക്കണം. അമ്മ പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഒന്നും മനസ്സിലാകുന്നില്ലേ? എന്തിനാണ് ഈ കാട്ടാളരെ ഭഗവാൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? അമ്മേ, എന്താ? അപ്പോൾ ഇവർ ഇന്ന് രാത്രി അരക്കില്ലം തീ വിഴുങ്ങും. അരക്കില്ലത്തിൽ ഒരമ്മയും 5 മക്കളും. പച്ച ജീവനെ ചുട്ടുകൊല്ലാനോ? അമ്മേ, അമ്മ അത് പാപമല്ലേ? വലിയച്ഛനും മക്കളും നമ്മുടെ മരണം കാത്തിരിക്കുന്നു. 6 മരണം ഉണ്ടാകണം. എല്ലാം ഒത്തുവന്നിരിക്കുകയാണ്. അതിന് നിരപരാധികളായ ഇവർ 5 പുരുഷനും ഒരു സ്ത്രീയും ചുട്ടു ചാമ്പലായെന്ന വാർത്ത ലോകം അറിയണം. ധൃതരാഷ്ട്ര വല്യച്ഛനും ദുര്യോധനാദികളും സമാധാനിക്കണം. ഒരു സുപ്രഭാതത്തിൽ പാണ്ഡുവിന്റെ മക്കൾ ധൃതരാഷ്ട്ര രാജ്യത്തെ തച്ചുടച്ച് രാജ്യം ഭരിക്കുന്നവരായി തീരണം. അതിന് ഈ 6 മരണം ആവശ്യമാണ്. ഭീമസേന, ക്ഷത്രിയന്റെ കരുത്ത് കാണിക്കേ. ആരാണത്? ആരാ നിലവിളിച്ചത്? ദുര്യോധനന്റെ ചാരൻ മന്ത്രി പുരോചനെ എന്റെ മകൻ കൊന്നു. ഒന്നേ തലയ്ക്കടിച്ചുള്ളൂ. ദുര്യോധനന്റെ ചാരൻ
തല ഇടിച്ചു വീണു. അവന്റെ രക്തം കണ്ടോ? മരണം ക്ഷത്രിയൻ ആവേശമാണ്, ഹരമാണ്. രക്തത്തിന്റെ നിറം കണ്ടാലേ ക്ഷത്രിയ രക്തത്തിന് വീര്യം കൂടുകയുള്ളൂ. മന്ദ ഗർവുടയ്ക്കൂ സ്വയം. ജ്യേഷ്ഠ, ശക്തന്മാരോടാണ് ഏറ്റുമുട്ടേണ്ടത്, ദുർബലന്മാരോടല്ല. കർണനോട് അർജുന നീ എത്ര തവണ ഏറ്റുമുട്ടിട്ടുണ്ട്? ഏകലവിനെയും നീ മനസ്സാ ഭയന്നു. വേറുകാട്ടണ്ട നീ എന്നോട്, ശരിയല്ലേ? മക്കളെ, നിങ്ങൾ തമ്മിൽ ചെറിയ വാക്കുതർക്കം പോലും അരുത്. നമ്മുടെ ലക്ഷ്യം രാജ്യഭരണമാണ്. അതിനുവേണ്ടി ഇതാ ഭിക്ഷ തേടിയിറങ്ങിയ ബലിമൃഗങ്ങൾ ഉറങ്ങിക്കിടക്കുന്നു. ഭീമസേന, ഞങ്ങൾ ഓരോരുത്തരായി പുറത്തിറങ്ങും. അവസാന കർമ്മം നിർവഹിച്ച് നീ പുറത്തെത്തണം. അതിനു മുമ്പേ അരക്കില്ലം തീ തിന്നിരിക്കണം. സമയമായി, എന്റെ പുറകെ വന്നോളൂ. ആ കാട്ടാളത്തിയും അവരുടെ 5 മക്കളും സുഖമായി ഉറങ്ങിക്കഴിഞ്ഞു. സുഖനിദ്ര. ഒന്നും അറിഞ്ഞിട്ടില്ല. ആരും ഒന്നും അറിയരുത്. വാരണാവതത്തിലേക്കുള്ള യാത്ര നാടകം സമാപിക്കുന്നു. രചന സുധീർ പരമേശ്വരൻ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: അമ്മ അമ്പിളി, കുന്തി സിന്ധു വിജയൻ, യുധിഷ്ഠിരൻ NJ ജോഷിലാൽ, ഭീമൻ സജികുമാർ പോത്തൻകോട്, അർജുനൻ അനീഷ്, നകുലൻ RG മഹേഷ്, സഹദേവൻ റജു കോലിയക്കോട്. അമ്മയുടെ 5 പുത്രന്മാർ: സുമേഷ് പേയാട്, കണ്ണൻ നായർ, ഹസീൻ അമരവിള, സജികുമാർ, പ്രദീപ് നായർ. സംവിധാനം അരുവിക്കര വിജയകുമാർ. സംവിധാന സഹായം M നിസാമുദ്ദീൻ, VN ദീപ, അശ്വതി ബാലചന്ദ്രൻ.